പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 3 മണി, കറക്റ്റ് ടൈം 3 മണി 9 മിനിറ്റ്, 3:09 ഇപ്പോഴത്തെ ടൈം. ശിവരാത്രി ആയതുകൊണ്ട് ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. അപ്പം ഞാനെന്ത് ചോദിച്ചാൽ ഈ ശിവരാത്രി സമയം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നാലോചിച്ചിട്ട് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് വീഡിയോസ് ഒരു 5-6 തീർന്നതിന് ഇട്ട് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ രാത്രി ഒന്ന് ചെയ്തത്. അപ്പോൾ ഒന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. കിടക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു ബുക്ക് ഓൺലൈനായിട്ട് കിട്ടി. അപ്പോൾ ആ ബുക്ക് വായിച്ചുകൊണ്ട് കിടന്ന് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു സീരീസിലെ ശിവരാത്രി സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. 9/9 ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം യൂട്യൂബിൽ നിഷ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ്. എന്താണ് നിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമല്ലോ. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് കണ്ടൻറ്റാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ആ കണ്ടൻറ്റിനെയാണ് നമ്മൾ നിഷ് എന്ന് പറയുന്നത്. നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മുടെ ഈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് യൂട്യൂബിലുള്ള നമ്മുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ, നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ ഈ യൂട്യൂബിൽ നമ്മൾ കണ്ടൻറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ അബദ്ധങ്ങളാണ് സംഭവിക്കുക. എനിക്ക് എൻ്റെ യൂട്യൂബിൽ കണ്ടൻറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത്, എൻ്റെ നിഷ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ പാളിച്ചകളാണ് പറ്റിയത്, ഞാൻ അതിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്, എങ്ങനെയാണ് എൻ്റെ ചാനൽ വളരെ ചുരുക്കം സബ്സ്ക്രൈബേഴ്സ് വെച്ച് മോണിറ്റൈസ്ഡ് ആയത്, ഇനി എൻ്റെ പ്ലാനുകൾ എന്തെല്ലാമാണ്, ഇതൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കാശ് കിട്ടുന്നുണ്ടോ ഇല്ലേ, എത്ര രൂപ എനിക്ക് ഇതുവരെ സമ്പാദിക്കാൻ പറ്റി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് വീഡിയോസായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നോക്കാം. ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒന്നിലധികം താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് വസ്ത്രങ്ങളോട് താല്പര്യം ഉണ്ടായിരിക്കും, ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടായിരിക്കും, യാത്രകളോട് താല്പര്യം ഉണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് താല്പര്യം നമുക്കുണ്ടായിരിക്കും, ഒന്നിലധികം സാധനങ്ങളല്ലേ. ഈ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് പല ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ്, രാവിലെ ഞാൻ 5 മണിക്ക് എണീക്കണു, അത് ചെയ്തു ഇത് ചെയ്തു, പല്ല് വെച്ചു, കുളിച്ചു, കക്കൂസ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കാം. അതിനിടയിൽ അവർ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ അവർ വീഡിയോ ആയിട്ട് എടുത്ത്, ഇപ്പോൾ ഗാർഡനിങ്, അവർ വീട്ടിൽ കുറച്ച് 10 ചെടി നടുകയാണ്, ആ ചെടി നടണ എൻ്റെ വീഡിയോ എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു വ്ളോഗാക്കി ഇട്ടു. അല്ലെങ്കിൽ പറഞ്ഞവർ ഭക്ഷണം കുക്ക് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ എടുത്തത് വ്ളോഗാക്കിയിട്ട് അപ്ലോഡ് ചെയ്തു. ഇങ്ങനെ എന്തിനെക്കുറിച്ച്, ഇപ്പോൾ ഒരു ഓൺലൈനായിട്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്തു, അതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇവർ ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവരുടെ നിഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ലൈഫ് സ്റ്റൈലാണ്. അതായത് ഇവർ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ. അപ്പോൾ ഇതിന് ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടായിരിക്കാം, കാണുന്നുണ്ടായിരിക്കാം, വാച്ച് അവർ കൂടുന്നുണ്ടായിരിക്കാം, പൈസ കിട്ടുന്നുണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ വ്യക്തിയോടുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എന്തൊരു കൗതുകത്തിൻ്റെ പുറത്തോ ഒക്കെ ആയിരിക്കും ആളുകൾ ഇത് കാണുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ ശ്രദ്ധിച്ചില്ല, അവരുടെ വീഡിയോസ് വഴി പ്രത്യേകിച്ച് ആളുകൾ കാണുമ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ നമ്മൾ പറയില്ലേ, അവനെ കണ്ടിട്ട് പിടിക്കില്ല, പക്ഷേ എന്തായിരുന്നു വെച്ചാൽ അവൻ്റെ വീഡിയോ കാണും. അങ്ങനെയുള്ള ആളുകളുണ്ട്. നമുക്ക് ഇഷ്ടമില്ലെങ്കിലും കാണുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡാണിത്. അപ്പോൾ ഇതൊക്കെ കാച്ചിട്ടാക്കാനുള്ള ഒരു വഴിയായിട്ട് ഈ കണ്ടൻറ് ക്രിയേറ്റർ വിചാരിക്കുന്നുണ്ടായിരിക്കും, ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ. ഇതല്ലാണ്ട് വേറെ ചില ആളുകളുണ്ട്, അവർ ചില പ്രത്യേക മേഖലകൾ മാത്രം സെലക്ട് ചെയ്യും. അവർ നിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എങ്ങനെയായിരിക്കും എന്നറിയാം, ഒതുങ്ങി ടൈപ്പ് സാധനമായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ മരം കൊണ്ട് ഫർണിച്ചർ ഫർണിച്ചർ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കൃഷി, അല്ലെങ്കിൽ കുക്കിംഗ്, അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ വീഡിയോസ് ഉണ്ടാക്കിയിടുകയായിരിക്കില്ല അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കും, അതായിരിക്കും ഏരിയ, അല്ലെങ്കിൽ യാത്രകളായിരിക്കും ഏരിയ, അല്ലെങ്കിൽ കുക്കിംഗ് വ്ളോഗായിരിക്കും, അങ്ങനെ ആയിരിക്കും ഏരിയ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ നിഷിൽ നിന്നും രണ്ടാമത് ഇപ്പോൾ പറഞ്ഞ നിഷ് ഉണ്ടല്ലോ, നിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ കുറിച്ചാണോ വീഡിയോ ചെയ്യുന്നത് അതാണ് നിഷ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ നിഷിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കട്ടോ, കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ വാച്ച് അവറും കിട്ടുന്ന പൈസയും, ആദ്യം നമ്മൾ പറഞ്ഞ നിഷ് ഉണ്ടല്ലോ, വളരെ വിശാലമായ ബ്രോഡായിട്ടുള്ള നിഷ്, ലൈഫ് സ്റ്റൈൽ, എന്തുമായി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും വ്ളോഗിൽ, ഇതും തമ്മിൽ സബ്സ്ക്രൈബർ കൗണ്ടിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. വാച്ച് അവർ ഏതിനാണ് കൂടുതൽ കിട്ടുക, എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം
ഇങ്ങനത്തെ നിങ്ങളുടെ അഭിപ്രായം എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഗുഡൻസ് പറഞ്ഞു കേട്ടോ. സംഭവം എനിക്കും മനസ്സിലായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മാസം തന്നെ വലിയൊരു എമൗണ്ടൊക്കെ കാശ് വാങ്ങുന്ന ആളുകളിൽ കുറച്ച് പേരുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ചെറിയ യൂട്യൂബ് ചാനലാണ്. പക്ഷേ എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ഉണ്ടാക്കിയത് വേറൊരു ഉദ്ദേശം വെച്ചിട്ടാണ്. അത് എനിക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാൻ പറയും എന്താണ് സംഭവം. അതായത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തുരുതുരുന്നനെ വീഡിയോസ് ഇടുന്ന ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തുരുതുരുന്നനെ വീഡിയോസ് ഇടുന്നവരുണ്ടായിരിക്കും. ചില ആളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും ഇടുന്നുണ്ടായിരിക്കും, എപ്പോഴെങ്കിലും ഒരു വീഡിയോ. വേറെ ചില ആളുകളുണ്ട് ഈ രണ്ട് ആറ്റിറ്റ്യൂഡ് മിക്സ് ചെയ്തിട്ട് വീഡിയോസ് ഇടുന്ന ആളുകളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ചില ആളുകളുടെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു തരത്തിൽ, ഇതേപോലെ വേറൊരു തരത്തിലുള്ള ആളുകൾ പല മേഖലയിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട്, ഫുഡിനെ കുറിച്ച്, അതേപോലെ ഡ്രസ്സിനെ കുറിച്ചിട്ട്, ഗാർഡനിങ്, അങ്ങനെയുള്ള യാത്ര, അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗ് പോലുള്ള ഒരു സാധനം ഇടുന്നുണ്ടായിരിക്കും വീഡിയോസ്. ഇപ്പുറത്തുള്ള ആളുകൾ എന്താ വെച്ചാൽ വളരെ നേരമായിട്ട് ഇപ്പോൾ ഒരു എന്തിനപ്പോൾ പറയുന്നത്, ഇപ്പോൾ എൻ്റെയൊക്കെ യൂട്യൂബ് ചാനലിൽ ഞാൻ പലപ്പോഴും കുറേ കാലം ഞാൻ ഓടിച്ചത് കാളവേലയെ കുറിച്ച് മാത്രം വീഡിയോസ് ഇട്ടുണ്ട്. വള്ളുവനാട് എന്ന് പേര് പറയുന്ന, അപ്പോൾ കേരളത്തിലെ ഒരു അത്ര വിചാരം നല്ലാത്തൊരു ഏരിയയാണ് വള്ളുവനാട് എന്ന് പറഞ്ഞാൽ. ആ വള്ളുവനാടിൻ്റെ ഏരിയയിലുള്ള കാളവേലയുമായി ബന്ധപ്പെട്ട ചാനലായിരുന്നു എൻ്റെ. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ കുറച്ച് 1-2 സാധനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വീഡിയോസ് ഇട്ടിരുന്നു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് വള്ളുവനാട്ടിലെ കാളവേലയായിരുന്നു. വളരെ കുറച്ച് മാത്രം സബ്സ്ക്രൈബേഴ്സുള്ള, വളരെ കുറച്ച് മാത്രം വ്യൂസുള്ള, വാച്ച് അവറുള്ള ഒരു ചാനലായിരുന്നു എൻ്റെ ഈ ഇതിൽ. എൻ്റെ ചാനലിൽ വളരെ 1800 2000 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം വന്നപ്പോഴാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയത്. ആകെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു 2000 എന്തായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് 12,000 15,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്തും മോണിറ്റൈസ്ഡ് ആവാത്ത ചാനലുകൾ ഉണ്ട്. നമ്മളവർ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, ഞാൻ അതിൻ്റെ ഒരു ഐഡിയ പറയുന്നത്. നമ്മളൊരു ചാനൽ മോണിറ്റൈസ്ഡ് ആക്കുമ്പോൾ ആ മോണിറ്റൈസ്ഡ് ആവുമ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ഉണ്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ചുമ്മാ വീഡിയോസ് ഇടുക, അത് മോണിറ്റൈസ്ഡ് ആക്കുക, പൈസ കിട്ടുക, ഈ ഒരു സാധനമല്ല, വേറെ പലതുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നിഷ് സെലക്ട് ചെയ്യുമ്പോൾ ആളുകളുടെ ടേസ്റ്റ് മനസ്സിലാക്കുക എന്നൊരു സാധനമുണ്ട് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഇപ്പോഴും ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഫുള്ള് ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ മനുഷ്യൻ്റെ ജീവിതമാണ്, ചില സമയത്ത് നമുക്ക് തോന്നിയ പോലെയൊക്കെ ചെയ്യേണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താ വെച്ചാൽ, യൂട്യൂബിൽ ഒരാൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് ആ സാധനം അന്വേഷിച്ചിട്ടായിരിക്കും യൂട്യൂബ് നോക്കുന്നുണ്ടാവും. ചില ആളുകൾ ടൈം പാസിന് വേണ്ടി സ്ക്രോൾ ചെയ്ത് പോകുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല തരത്തിലുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നിഷ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ, ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് അത് മൊത്തത്തിൽ നിന്ന് അത് ഇങ്ങനെ കണ്ട് കുറച്ച് നേരം കണ്ടിട്ട് അവർ പണി നോക്കി പോകണ്ടായിരിക്കും. അവർ നമ്മുടെ എല്ലാ വീഡിയോസും അവർ കാണുന്നുണ്ടായിരിക്കും. അവർ വരുമ്പോൾ കൂട്ടത്തോടെ വന്ന് കണ്ടിട്ട് പോകണ്ടായിരിക്കും. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അതായത് ഞാൻ ഉദാഹരണത്തിന് എനിക്ക് അഭിമാനത്തോടു കൂടി, വളരെയധികം സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടു കൂടി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അത്രയും മുത്തുമണിയുടെ സ്നേഹത്തോടു കൂടി എനിക്ക് അവരോട് പറയാൻ പറ്റുന്ന സാധനമാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഈ പറഞ്ഞവർ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ, അതായത് ഞാൻ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ എത്രത്തോളം ഇവരെ ഓർപ്പിച്ചാൽ ഇവരത് കാണുന്നുണ്ടായിരുന്നു. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്രയും ജെന്യൂനായ സബ്സ്ക്രൈബേഴ്സാണ്. അവർ മാനസികമായിട്ടുമൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ മുത്തുമണികൾ എന്നൊക്കെ പറഞ്ഞവർ ചങ്കുകാരലായിട്ടുള്ള അങ്ങനെ ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ്. അതായത് നമ്മുടെ ഒരു കുഞ്ഞ് ഫാമിലിയാണ്. ഈ കുഞ്ഞ് ഫാമിലിയിലെ ആളുകൾ എന്താ വെച്ചാൽ നമ്മുടെ എപ്പോഴും കൂടെ നിൽക്കും. പക്ഷെ മറിച്ച് അപ്പുറത്ത് വൈറൽ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. പക്ഷേ ഇവർ കൂട്ടത്തോടെ ആളുകൾ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഇടയ്ക്കിട്ട് കാണും. പക്ഷേ ചില സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില വീഡിയോസൊന്നും കാര്യമായിട്ടൊന്നും കാണുന്നില്ല, അതൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ അവസ്ഥ വരുമ്പോൾ ഫണ്ട് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവർക്ക് അതിൽ നിന്ന് കിട്ടാവുന്ന ഫണ്ടിനൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും, ഒരു പരിധി ഉണ്ടായിരിക്കും. മാത്രമല്ല ഇവർക്ക് ആ യൂട്യൂബിൽ വീഡിയോ ഇടുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ആഡ് വഴി പൈസ കിട്ടുക, അല്ലെങ്കിൽ അങ്ങനെ ബ്രാൻഡുമായിട്ട് കൊളാബ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക ലെവലിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാഗ്നേറ്റ് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ മറിച്ച് യൂട്യൂബ് എന്നത് വേറൊരു ബിസിനസ്സിൻ്റെ ഭാഗമായി നമ്മൾ ആ ബിസിനസ്സിലേക്ക് ക്രൗഡിനെ എത്തിക്കാനുള്ള ഒരു മെത്തേഡായിട്ട്, ഒരു ചാനലായിട്ട് യൂട്യൂബിനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ചുരുക്കം ജെന്യൂയിനായ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാൽ മതി. അതായത് ഒരു ചാനൽ മോണിറ്റൈസ്ഡ് ആവണമെങ്കിൽ
മിനിമം ഒരു 1000 സബ്സ്ക്രൈബേഴ്സിന് വേണമെന്നല്ല പറയുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ്, വിട്ടു പോവാത്ത 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, നമ്മുടെ ജെന്യൂനായ കണ്ടൻറ്റ് ആണെങ്കിൽ, നമ്മുടെ നല്ല രസമുള്ള ജെന്യൂനായ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, അതേപോലെ നല്ല നമ്മളുള്ള സാധനം എന്തെങ്കിലും ഒരു വീഡിയോ ഇടുകയാണെങ്കിലും ആളുകൾ അത് കണ്ടോളും. ഇതാണ് ഇതിൻ്റെ സംഭവം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് തുരുന്നനെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഒരു വല്ലാത്ത രീതിയിൽ ഇടയ്ക്ക് ആൾക്കാർ വന്നിട്ട് കണ്ടുകൊണ്ട് പോകുന്നുണ്ടാവും, ചില വീഡിയോസ് വൈറലാവും. പക്ഷേ ഈ വൈറലാവുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ എല്ലാ വീഡിയോയും ജെന്യൂനായി ഇത് കാണിക്കണം എന്നില്ല. അവർ ഇപ്പുറത്തുനിന്ന് വേറൊരു സാധനം കിട്ടുമ്പോൾ പോകും. പിന്നെ നമ്മളൊരു നിഷയെ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം, അപ്പുറത്ത് വേറൊരാൾ അതിനെക്കുറിച്ച് സംസാരിക്കണം, അങ്ങനെ 100 ആൾക്കാർ ഒരേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ യൂട്യൂബിൽ കുറേ ആൾക്കാരുടെ വിചാരിക്കും ഒരേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക വീഡിയോ ചെയ്യുന്ന ആളുകൾ. അതായത് ഏകദേശം ഒരേപോലെ ജസ്റ്റ് ഒറ്റവട്ടം കണ്ടിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു സാധനം. അത് മോശം എന്നല്ല കേട്ടോ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ചെയ്യണതിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ഒരു സമുദ്രത്തിലെ ഒരു കുഞ്ഞു മീനാവാനാണോ നമുക്ക് ആഗ്രഹം, അതോ ചെറിയൊരു കുളത്തിലെ ഒരു വലിയൊരു മീനാവാനാണോ ആഗ്രഹം? നമ്മളൊരു ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ട് യൂട്യൂബിൽ ഒരു നിഷ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എക്സ്പേർട്ട് ആവാൻ ശ്രമിക്കുക. അതായത് ആ ഒരു ഏരിയയെക്കുറിച്ച് ആളുകൾ സംസാരിക്കുമ്പോൾ അത് അങ്ങനെ ഒരു ചെങ്ങായി അതിലുണ്ട് എന്ന് ആലോചിക്കുക. ഞാനത് പറഞ്ഞത് എൻ്റെ പേഴ്സണലി അങ്ങനെ എടുക്കരുത്, ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ മൊത്തത്തിൽ കുക്കിങ്ങിനെ കുറിച്ച് എന്തും ഇടുന്ന ഒരു ചാനലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് മാറ്റാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ, ചമ്മന്തികൾ, വ്യത്യസ്ത തരം ചമ്മന്തികൾ, അതിനെക്കുറിച്ച് അതുണ്ടാക്കുന്ന രീതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാനലാണ് വിചാരിക്കുക. ചമ്മന്തികളെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ചാനലാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഉള്ള സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ വീഡിയോസ് കാര്യമായിട്ട് കാണും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഞാൻ പറയുന്നത് എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഈ കുറേ സക്സസ് സ്റ്റോറീസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാധനത്തിൻ്റെയൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. മലയാളികളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പലപ്പോഴും അവർ അപ്ലൈ ചെയ്യാൻ പലപ്പോഴും ആഗ്രഹം കാണിക്കില്ല. ഞാനെന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കാണിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ, ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ വേറെയും കുറേ സാധനങ്ങൾ പൊതുവേ ആൾക്കാർ പോണ റൂട്ടിലൊക്കെ പോകേണ്ടതായിരിക്കും. പക്ഷേ നമുക്ക് എന്താണ് ഇഷ്ടം, അതിങ്ങനെ ആയതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രമേ. ചില സമയത്ത് വേറെ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞു തന്ന സാധനം അത്രയേ ഉള്ളൂ. നമ്മൾ നിഷ സെലക്ട് ചെയ്യുന്ന സമയത്ത് ബ്രോഡായ രീതിയിൽ ഒരു ഏരിയ എടുത്ത് ഒരു നിഷ് എടുത്തിട്ട് അതിനെക്കുറിച്ച് വീഡിയോ അതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യാനാണ് ആഗ്രഹിക്കുക, അങ്ങനെ ചെയ്യാം. അതിന് അതിൻ്റെതായ സ്കോപ്പ് ഉണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സ്കോപ്പ് ഉണ്ടായിരിക്കും പലപ്പോഴും. നമ്മൾ ചെറുതായിട്ട് കാണും, പക്ഷേ എന്നാലും പലപ്പോഴും കൂടുതൽ സാധ്യത ഉണ്ടാകുക ഒരു കുഞ്ഞ് ഏരിയ എടുക്കുക, ആ കുഞ്ഞ് ഏരിയയിൽ എക്സ്പേർട്ട് ആവാൻ ശ്രമിക്കുക. ഇതാണ് സാധനം. അപ്പോൾ എന്താ വെച്ചാൽ, സബ്സ്ക്രൈബേഴ്സ് എണ്ണം 1000 1500 ഇത്രയൊക്കെ മതി ഒരു തരത്തിൽ പറഞ്ഞാൽ. അതിൽ നമുക്ക് ഇത്രയും ആളുകൾ നമ്മൾ ഇടയ്ക്ക് എപ്പോഴേക്ക് വീഡിയോ ചെയ്യുമ്പോൾ അവർ കണ്ടോളും. ഇതാണ് എൻ്റെ കാര്യം. പക്ഷേ ഇതിൻ്റെ വേറെ കാര്യമുണ്ട്. അപ്പം നമുക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ കിട്ടണ പൈസ കുറയൂലെന്ന്? ഇല്ല, ഇത് വെച്ച് നമുക്ക് വേറെയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇതിന് നമുക്ക് മൊത്തത്തിലുള്ള നമ്മളൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ സാധിക്കും. ഈ ക്ലയൻസിന് നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മളെ ഒരുപാട് സ്വാധീനിക്കാൻ സാധിക്കും. വളരെ കുറച്ച് ആളുകളാണ് നമ്മുടെ ഫാമിലി വളരെ കുറച്ച് ആളുകളാണെങ്കിൽ നമുക്ക് ഇവരായിട്ട് കൂടുതൽ കണക്ഷൻ, കൂടുതൽ ഇൻറ്റിമസി നമുക്ക് കിട്ടും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ടായിരിക്കും, ഒരു സമാധാനം കിട്ടും. ഇതാണ് കാര്യം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ കുറേയൊക്കെ ഈ ഒരു സമാധാനം അനുഭവിക്കുന്നുണ്ടായിരുന്നു. വേറെ കുറേ കാര്യങ്ങളിലായിരുന്നു എനിക്ക് സമാധാനക്കേട് ഉണ്ടായിരുന്നു. അത്ര നെഗറ്റീവ് പറയുന്ന ആളുകളില്ലായിരുന്നു. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്വൈര്യമുണ്ട്. നമ്മളെ തെറി വിളിക്കുന്ന ആളുകൾ കാര്യമായിട്ടില്ലായിരുന്നു ഒക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്യൂബിലെ ഫാമിലി എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു സംഭവമാണ്, ഇങ്ങനെ സംഭവമായിരുന്നു. പക്ഷേ ഞാനൊരു സേഫായി തോന്നുന്ന, എനിക്ക് ഞാനായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിരുന്നു. പിന്നെ എനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ളൊരു മേഖലയും കൂടി ആയതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊരു നിഷ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് വലിയൊരു വീഡിയോ ആയിട്ട് മാറുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. നിഷ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് താല്പര്യമുള്ള ഒരു മേഖലയെ സെലക്ട് ചെയ്യുക, അതിൽ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് ഇത്ര മതി. ഇത് 10 14 15 മിനിറ്റിനടുത്ത് വരുന്ന ഒരു വീഡിയോ ആയി.